അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. ആദ്യം നിന്ന് ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. 27 - 6 എന്ന് പറയുന്നത് എത്ര? അത് 21. അപ്പോൾ 21 സ്ക്വയർ എന്ന് പറയുന്നത് 441. 441 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ 147 വരും. അപ്പോൾ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള 147 വെച്ച് റീപ്ലേസ് ചെയ്യാം. 147 വെച്ച് റീപ്ലേസ് ചെയ്യാം. അതായത് 8.4 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 147 ഇൻറ്റു 7.7 -5 വരും. ഇനി ഇവിടെ 84 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ എത്രയാണ്? 7 വരുന്നത്. പക്ഷെ ഇത് 8.4 അപ്പം ഒരു ഡെസിമൽ പോയിൻറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഓർത്താലും മതി. ഇവിടെ 84 ആക്കാൻ ഇൻറ്റു 10 ചെയ്തു. അപ്പം അത് ആൻസർ കിട്ടി കഴിയുമ്പോൾ ബൈ 10 ചെയ്താൽ 7/10 ചെയ്യുമ്പോൾ 0.7 ആവും. അപ്പോൾ 0.7 ഇൻറ്റു 147 ഇൻറ്റു 7 - 5 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 147 ഇൻറ്റു 7 ചെയ്യുമ്പം 1029 വരും. ഡിവൈഡ് ബൈ ഒരു 10 കൂടി ഇട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ 0.7 എന്നുള്ള എടുത്തില്ല, 7 എന്നാണ് എടുത്തത്. 102.9 കിട്ടും ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ. ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്രയാണ്? 204.18 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 204.18 അല്ല, 205.8 ആണ് വരുന്നത്. 108 കൂടുക ചെയ്യുന്നത്. 204 + 1.8 കൂടുക ചെയ്യുന്നത്. അപ്പോൾ 205.8 വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ 16, 14, 10 എന്ന് പറയുന്ന റൂമിൻ്റെ ഡയമെൻഷനാണ്. ഇത് മൂന്നും കൂടെ അളക്കാൻ പറ്റുന്ന ഒറ്റ സ്കെയിലുള്ളൊരു ടേപ്പ്. അത് എത്ര മീറ്ററിൻ്റെ ആവണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, HCF എടുത്താൽ മതി. അതായത് HCF 16, 14, 10 നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ എന്താ, 4 ഇതുകൊണ്ട് എല്ലാത്തിനും ഡിവൈഡായി പോവില്ല. 10 ഇതിലെല്ലാത്തിനും ഡിവൈഡായി പോവില്ല. 3 ഇതിലെല്ലാത്തിനും ഡിവൈഡായി പോവില്ല. 2 മാത്രമേ എന്ത് ഡിവൈഡായി പോകത്തുള്ളൂ. ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 8, 7, 5 എന്ന് കിട്ടും. അപ്പോൾ 2 ഇതെല്ലാത്തിനും ഡിവൈഡായി പോകും. ആൻസർ എന്താ? 2 മീറ്റർ എന്ന് വരും. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ജോണിൻ്റെ മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 85%. ജാക്കിൻ്റെ മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 90%. അതുപോലെ അവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 88. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ മന്ത്ലി സാലറി ഓഫ് ജോൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എത്രയാണ്? 60,000 രൂപ. അങ്ങനെയാണെങ്കിൽ ജാക്കിൻ്റെ സാലറി എത്രയാണ് ചോദിച്ചത്? നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? മറ്റേ അലിഗേഷൻ വെച്ച്. അപ്പം ഇത് ജോൺ, ഇത് ജാക്ക്. ജോണിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 85%. അതുപോലെ ജാക്കിൻ്റെ എത്രയാണ്? 90%. ഇവരുടെ കമ്പൈൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 88. ഇത് വെച്ച് അലിഗേറ്റ് ചെയ്യുമ്പം എന്താ കിട്ടുന്നത്? ഇവരുടെ മന്ത്ലി ഇൻകത്തിൻ്റെ റേഷ്യോ കിട്ടുന്നത്. അപ്പം ഇവിടെ 2, ഇവിടെ 2, ഇവിടെ എത്രയാണ്? 3 വരും. ഇനിയിപ്പം നമുക്ക് തന്നേക്കുന്നത് ജോണിൻ്റെ മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ 60,000 രൂപ. അതായത് 2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 3ൻ്റെ വാല്യൂ എത്രയാണ് ചോദിച്ചത്? ഇവിടെ 1ൻ്റെ വാല്യൂ എത്രയാണ്? 30,000 രൂപയാണ്. അപ്പം 3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90,000. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 90,000. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇതെന്താ, ഒരു സെൻസസിൻ്റെ കാര്യം പറയുന്നത്. 2021 550 പുലികളുണ്ടായിരുന്നു. എല്ലാ വർഷവും 2% വെച്ച് അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് 2021 എത്ര ഉണ്ടാകുമെന്ന് ചോദിച്ചത്. അപ്പോൾ എത്ര? 550ൻ്റെ 2% എടുത്തിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ നേരെ 102% എടുത്താലും മതി. 102/100 ചെയ്യുമ്പോൾ എത്രയാണ്? 51/50 വരും. വെട്ടിപ്പോയി. 11 × 51 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്നൊരു ഓപ്ഷനാണ്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്ന 2 ഉണ്ടല്ലേ. അപ്പം 1 × 1 1, 5 × 1 5 + 1 ചെയ്യുമ്പോൾ 6 ആണ്. 1
6 വരും അവസാനം. അപ്പം 561 കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ അപ്പം 20 കൂട്ടിയിട്ട് 20 കുറച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചതാണ്. എ കൂട്ടിയിട്ട് എ തന്നെ കുറച്ചാൽ എന്താ? A²/100 ആണ് കുറയുന്നത്. അപ്പം 20² എത്രയാണ്? 400/100. ഇത് A²/100 കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം -4 ഡിക്രീസ് ആയി ചെയ്യുന്നത്. ഡിക്രീസ് ബൈ 4%. ഈ സംഭവം തന്നെയാണ് കിട്ടുന്നത് എന്താ? സക്സസീവ് എടുത്താലും, അതായത് 20 - 20 -20 × 20/100 ചെയ്താലും ഈ സംഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പുള്ളിക്കാരൻ ആദ്യം 8 ഷർട്ട് വിറ്റു. അത് കഴിഞ്ഞ് 12 ഷർട്ട് വിറ്റു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 20 ഷർട്ട് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. 20 പെർ ഷർട്ട് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ. ഇവിടെ 8ഉം 12ഉം 20 കൂടെ കൂട്ടിയാൽ മൊത്തം 40 ഷർട്ടാവണം. അപ്പം 40 ഷർട്ടിന് 40 ഷർട്ടിന് 20 പ്രോഫിറ്റ് വെച്ച് കിട്ടുമ്പോൾ മൊത്തം എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? 800 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പം 40 ഷർട്ട് വെച്ച് 40 ഷർട്ടിൽ 20 ലാഭം വെച്ച് 800 രൂപ ലാഭം കിട്ടണ്ടായിരുന്നു. അതിൽ 12 ഷർട്ട് വിറ്റ് പോയപ്പം 480 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഈ 450 ഇവിടെ നിന്ന് കുറച്ചുകൂടാ. പിന്നെന്താ അടുത്ത പറഞ്ഞേക്കുന്നത്? 8 ഷർട്ട് പിന്നെ വിറ്റു. 8 ഷർട്ട് പിന്നെ വിറ്റപ്പം 160 രൂപ ലാഭം കിട്ടി. അപ്പം 160 കുറച്ചുകൂടാം. അപ്പം 480 160 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 640 വരും. അപ്പം 800 നിന്ന് 600 കുറച്ചാൽ 200. അപ്പം 200 നിന്ന് 40 കുറച്ചാൽ 160 രൂപ ലാഭം ഉണ്ടാക്കണം. എത്ര? 20 ഷർട്ട് വിൽക്കുമ്പോൾ. 20 ഷർട്ട് വന്നെന്ന് വെച്ചാൽ ബാക്കിയുള്ള 20 ഷർട്ടാണ്. ഇവിടെ 12 8 കൂടെ കൂട്ടിയാൽ 20. മൊത്തം 40 ഷർട്ടാണുള്ളത്. അപ്പം ബാക്കി 20 ഷർട്ട് വിൽക്കുമ്പോൾ 160 രൂപ ലാഭം ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഷർട്ട് വിൽക്കുമ്പോൾ എത്ര ലാഭം ഉണ്ടാക്കണം? 160/20 ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി 8 രൂപയാണ്. 20 ഷർട്ട് വിൽക്കുമ്പോൾ പെർ ഷർട്ടിന് 8 രൂപ വെച്ച് വിറ്റാലേ 160 രൂപ ലാഭം കിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? 10,000 രൂപയിൽ 32% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 2 ഡിസ്കൗണ്ട് 20% 12% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10,000-ൽ 32% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്രയുണ്ട്? 68% ബാക്കിയുണ്ട്. അപ്പോൾ 68% എടുത്തു കഴിഞ്ഞാൽ 6,800 വരും. ഇനി 20% 12% ഒന്നിച്ച് കൊടുക്കുമ്പോൾ എത്രയാണ്? 20 + 12 - 20 × 12/100. 20 + 10 30 32 - 12ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എത്ര? 24 വരും. 240 വരും. 240/100 ചെയ്യുമ്പോൾ എത്രയാണ്? 2.4. 3.2 - 2.4 എത്ര? 3.2 അല്ല, 32 - 2.4 എത്രയാണ്? 29.6 ആണ് വരുന്നത്. അപ്പം 10,000-ൽ 29.6 ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്ര ഉള്ളത്? 70.4 വരും /100. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 70/40 എന്ന് പറയും. അതായത് 7,040 വരും. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? 7,040 നിന്ന് 6,800 കുറച്ചാൽ 240 വരും. അതാണ് കറക്റ്റ് ആൻസർ. ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. കാരണം 32% ആണ് ആദ്യത്തെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 29.6 ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2.4 ആണ്. 10,000-ൻ്റെ 2.4% ആദ്യം തന്നെ എടുത്താൽ മതിയായിരുന്നു. വെട്ടിപ്പോയി 240 നേരിട്ട് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് ഈസ് ടു മാർക്ക് പ്രൈസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെയാക്കും? 100 - ഡിസ്കൗണ്ട് /100 + പ്രോഫിറ്റ്. ഇതാണ് മാർക്ക് പ്രൈസിന് കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എടുക്കാനുള്ള ഒരു എളുപ്പ വഴി. അപ്പോൾ കോസ്റ്റ്
പ്രൈസ് ബൈ മാർക്ക് പ്രൈസ് ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ടാണ്. ഡിസ്കൗണ്ട് എത്രയാണ് കൊടുക്കുന്നത്? 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. 100 പ്ലസ് പ്രോഫിറ്റ് എത്രയാണ്? 10%. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇത് 85 വരും, ഇവിടെ 110 വരും. അപ്പോൾ ഇത് രണ്ട് സൈഡിലും 5 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 110/5 ചെയ്യുമ്പോൾ 22, 85/5 ചെയ്യുമ്പോൾ 17 വരും. അപ്പം കോസ്റ്റ് പ്രൈസ് ഈസ്റ്റു മാർക്ക് പ്രൈസിൻ്റെ റേഷ്യോ എത്രയാണ്? 17:22 വരും. ഇതല്ലാതെ എന്താ, ഇത് റേഷ്യോ മെത്തേഡും ചെയ്യാൻ പറ്റും. കോസ്റ്റ് പ്രൈസ്, മാർക്ക് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. സാധാരണ ചെയ്യുന്നത് ചെയ്യണം. അതായത് 10% ലാഭം എന്ന് പറയുമ്പോൾ 10 രൂപയുടെ സാധനം 11 രൂപയ്ക്ക് വിറ്റു, 10 രൂപയുടെ സാധനം 11 രൂപയ്ക്ക് വിറ്റു. 15% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 20 രൂപയുടെ സാധനം എത്രയാണ്? 3 രൂപ കുറച്ച് 17 രൂപയ്ക്ക് വിറ്റു. ഇനി ഇത് രണ്ടും സെയിം ആക്കണം. അപ്പം രണ്ടും സെയിം ആക്കാൻ ഞാനിവിടെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഞാനിവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേസമയം എനിക്ക് ഇവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നും ഇവിടെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്താ വരുന്നത്? 187 വരും. 22 20 × 11 ചെയ്യുമ്പോൾ ഇവിടെ 220 വരും, ഇവിടെ 170 വരും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഈസ്റ്റ് മാർക്ക് പ്രൈസാണ്. കോസ്റ്റ് പ്രൈസ് 170, മാർക്ക് പ്രൈസ് 220. അപ്പോൾ ഇത് രണ്ടും കൂടെ വെട്ടിപ്പോകുമ്പോൾ എത്രയാണ്? 17:22 വരും. ഇവിടെ കോസ്റ്റ് പ്രൈസ് വരും, ഇവിടെ മാർക്ക് പ്രൈസും വരും. ഇത് ഈക്വൽ ടു 17:22. നേരത്തെ കിട്ടിയ ആൻസർ തന്നെ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ പുള്ളി 25 ആർട്ടിക്കിൾ 1 രൂപ വെച്ച് വിൽക്കുമ്പം ഇയാൾക്ക് എന്താ 20% ലാഭം കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 20% നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് 1/5 എന്ന് എഴുതാം. അതായത് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എടുക്കുമ്പോൾ 5 രൂപയുടെ സാധനം 6 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഈ 6 രൂപയുടെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. 25 ആർട്ടിക്കിൾ 1 രൂപ വെച്ച് വിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം എത്ര? 25 രൂപയാണ്. അപ്പോൾ ഈ 6ൻ്റെ വാല്യൂ ആണ് 25 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പം 5ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ തെറ്റിപ്പോയല്ലോ. ബൈ സെല്ലിങ് 25 ആർട്ടിക്കിൾ ഫോർ ₹1. ഞാൻ പറയാം, നമ്മുടെ എടുത്ത് തെറ്റിപ്പോയി. അതായത് 25 ആർട്ടിക്കിളും കൂടെ 1 രൂപയ്ക്ക് വിൽക്കുന്നത്, അതാണ് അവരുദ്ദേശം അവിടെ. നമുക്കിത് പ്രൈസിൻ്റെ റേഷ്യോ ആയിട്ട് എടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ വരുന്നത്? തിരിഞ്ഞു വരും. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് തിരിഞ്ഞു വരും, 6:5 വരും. ക്വാണ്ടിറ്റിയുടെ വാല്യൂ ആണ് നമുക്ക് എന്താ തന്നേക്കുന്നത്? 25 ആർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പം 6 × 5 ചെയ്താൽ മതി, 30 എന്ന് കിട്ടും. അതായത് ഇയാൾ 1 രൂപയ്ക്ക് 30 ആർട്ടിക്കിളാണ് മൊത്തം വാങ്ങിച്ചത്, എന്നിട്ട് 1 രൂപയ്ക്ക് 25 ആർട്ടിക്കിൾ വിൽക്കുന്നത്. അതായത് മനസ്സിലായതെന്ന് അറിയാം. ഇത് ഒന്നുകൂടെ ഒന്നുകൂടെ ചെയ്യാമെന്നല്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ഇയാൾ എന്താണ്? ഇയാൾ 1 രൂപയ്ക്ക് തന്നെ വാങ്ങുന്ന സാധനം 1 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പക്ഷേ എന്താണ്? ഇയാൾ പ്രൈസിലല്ല വ്യത്യാസം വരുത്തുന്നത്, ഇയാൾ ക്വാണ്ടിറ്റിയിലാണ് വ്യത്യാസം വരുത്തുന്നത്. ഇയാൾ ഈ സാധനം എല്ലാം വാങ്ങിച്ചത് 1 രൂപയ്ക്കാണ്. ഈ സാധനമല്ല അതിൽ കുറച്ച് സാധനം വിൽക്കുന്നത് 1 രൂപയ്ക്കുമാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നത് എവിടെയാണ്? അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നത് ഈ ക്വാണ്ടിറ്റിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നത്. 20% ലാഭം വേണമെന്ന് പറഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രൈസിലങ്ങ് എടുത്തു, പ്രൈസിലെ റേഷ്യോ അങ്ങ് എടുത്തു. അതിനുശേഷം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇവിടെ 1 രൂപ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? ആദ്യം ഇവിടെ 5 × 6 ചെയ്യുമ്പോൾ 30 വരും, ഇവിടെ 5 × 6 ചെയ്യുമ്പോൾ 30 വരും. വാങ്ങുന്നത് വിൽക്കുന്നത് 30 രൂപയ്ക്കൊന്നുമല്ല, രണ്ടും കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് 1 രൂപയ്ക്ക് ഇയാൾ 30 സാധനം വാങ്ങി, പക്ഷെ വിൽക്കുമ്പം എന്തേ വിൽക്കുന്നുള്ളൂ? 25 സാധനമേ വിൽക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഇയാൾ ലാഭം ഉണ്ടാക്കുന്നത്. അവിടെ ഇപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 30 തന്നെ. 30ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം 10,000 രൂപ കടമെടുത്ത ആൾ 6% വെച്ച് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആകുമ്പോൾ 1.5 വർഷത്തിന് ശേഷം എത്ര തിരിച്ചടക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. 6 per annum നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അത് ഹാഫ് ഇയർലി വരുമ്പം 3 വരും. 6 മാസം കൂടുമ്പം 3% വെച്ച് പലിശ കൂടി വരും. ഇവിടെ എന്താ ഇത് സക്സസീവ് എടുക്കാം. 3% വെച്ച് 3 തവണ ആയാലല്ലേ 1.5 വർഷം ആവുള്ളൂ.
ഇത് 6 മാസത്തേക്ക്, ഇത് 6 മാസത്തേക്ക്, ഇത് 6 മാസത്തേക്ക്. അപ്പം ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ എത്രയാണ്? 3 + 3 + 3 × 3/100 വരും. അപ്പം 6.9 വരും. അപ്പം 6.9% വരും ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ. നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി എടുക്കുമ്പോൾ എത്രയാണ്? 6.9 + 3 + 6.9 × 3/100 വരും. അപ്പോൾ 9.6 + 69 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 207 വരും. /100 ചെയ്യുമ്പോൾ 0.27 വരും. 0.207 വരും. അപ്പോൾ 9.6ൻ്റെ കൂടെ 0.2 കൂട്ടി എത്രയാണ്? 9.8 വരും. അപ്പം 9.8% കൂടുന്നത്. അതായത് 10,000 × 9.8/100 00 വെട്ടിപ്പോയി. 980 രൂപയാണ് കൂടുന്നത്. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 10,927 ഉണ്ട്. 10,927 ആൻസർ വരുന്നത്. സക്സസീവ് എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും. കാരണം എന്താണ്? നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൂട്ടുന്നില്ല, അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എടുക്കുന്നുള്ളൂ. മൂന്നാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ എന്ത്? ആദ്യം കിട്ടിയ വർഷത്തിന് ആദ്യം കിട്ടുന്ന 300 തന്നെ കിട്ടും. പിന്നെ എന്താണ്? ഈ 9ൻ്റെ പിന്നെ ഈ 300ൻ്റെ പലിശ 9 കിട്ടും. അതുകൂടാതെ ഈ 9ൻ്റെ 3% എടുക്കുമ്പോൾ എത്രയാണ്? 9 × 300 9 × 3/100 വരും. അപ്പോൾ എത്രയാണ്? 0.27 കൂടും. നമുക്ക് ഇതെന്താണ്? ട്രീ മെത്തേഡ് ചെയ്യാം. അതായത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പം ഫസ്റ്റ് ഇയറിൽ എന്താ കിട്ടുന്നത്? 10,000ൻ്റെ 3%. അത് എത്രയാണ്? 300 രൂപയാണ് ഫസ്റ്റ് ഇയർ കിട്ടുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം ഈ 300 തന്നെ കിട്ടും. അതിന് പുറമെ എന്താണ്? ഈ 300ൻ്റെ ഒരു 3% കൂടെ കിട്ടും. അതെത്രയാണ്? 9 രൂപയും കൂടെ കിട്ടും. ഈ മൂന്നാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ സ്ഥിരം കിട്ടുന്ന 300 കിട്ടും. അതിന് പുറമെ 300ൻ്റെ 3% കിട്ടുന്നതല്ല, 600ൻ്റെ 3%. അപ്പം അതായത് 600ൻ്റെ 3% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 കൂടുതൽ കിട്ടും. അതിന് പുറമെ എന്താണ്? ഈ 9ൻ്റെ ഒരു 3% കൂടെ കിട്ടും. അത് എത്രയാണ്? 9 × 3/100 അതെത്ര? 0.27. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പം 300 3 തവണ കൂട്ടുമ്പോൾ എത്രയാണ്? 900 വരും. പ്ലസ് 18 9 കൂടെ കൂട്ടുമ്പോൾ എത്ര? 27 വരും. 0.27. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 927.27 എന്ന് കിട്ടും. ഈ മെത്തേഡ് എന്താ ആക്യുറേറ്റ് നോക്കിയാൽ 0.27 വരെ കിട്ടി. മെത്തേഡ് 1 വർഷം 2 വർഷമൊക്കെ എടുക്കാൻ നേരത്ത് എളുപ്പമാണ്. താഴേക്ക് പോകും തോറും എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടായിട്ട് വരിക ചെയ്യുന്നു. മെത്തേഡ് ചെയ്യുമ്പം ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്നതെന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് വേണം ഇതിൻ്റെ സമയം ഇവിടെ എടുക്കാൻ. 4ാം വർഷം എടുക്കുമ്പോൾ 27-ന് താഴെ വരുന്നുണ്ടെങ്കിൽ 18 9 കൂടെ കൂട്ടിയിട്ട് വേണം അതിൻ്റെ 3% വേണം താഴേക്ക് എടുക്കാൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എത്രയോ ഒരു പ്രിൻസിപ്പിൾ 2 വർഷം കൊണ്ട് 8% വെച്ച് പെർ ആനം കോമ്പൗണ്ട് ചെയ്തപ്പം 1458 രൂപയായി. അതായത് എത്രയോ പ്രിൻസിപ്പിൾ 2 കൊല്ലം കൊണ്ട് 8% വെച്ച് കോമ്പൗണ്ട് ചെയ്തപ്പം 1458 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 8% നമുക്ക് ഇങ്ങനെ എഴുതുന്നത് 8/100 എന്ന് എഴുതാം. കിട്ടുമ്പോൾ 4/50 അല്ലെങ്കിൽ 2/25. അതായത് 25 പ്രിൻസിപ്പിൾ 25 ആയിരുന്നത് എന്ത് സംഭവിച്ചു? 27 ആയി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ്? സ്ക്വയർ ആവും. കാരണം 2 വർഷം നമുക്കിവിടെ 2 വർഷം തന്നിട്ടുണ്ട്. അപ്പം ഈ റേഷ്യോയുടെ സ്ക്വയർ എടുത്തോളാം. അപ്പം 27ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 729. അപ്പോൾ 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 625. 729ൻ്റെ വാല്യൂ ആണ് 1458 എന്നുള്ളത്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് × 2 ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്താ 2 × 2 ചെയ്തോളാം. 625ൻ്റെ
ഇരട്ടി എടുക്കുമ്പോൾ എത്ര 600 ഇരട്ടി 1200, 25 ഇരട്ടി 50. അപ്പോൾ 200 കൂടുമ്പോൾ 1250 വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ അപ്പം ബക്കറ്റ് എയും ബക്കറ്റ് ബിയും എടുക്കാം. എന്നിട്ട് ഇവിടെ മിൽക്കും വാട്ടറും എടുക്കാം. ബക്കറ്റ് എയിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? മിൽക്ക് 4ഉം വാട്ടർ 1ഉമാണ്. അതേസമയം ബക്കറ്റ് ബിയിൽ മിൽക്ക് 7ഉം വാട്ടർ 2ആണ്. ഇനി ബക്കറ്റ് എയിൽ നിന്ന് എത്ര എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 5 എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബക്കറ്റ് ബിയിൽ നിന്ന് എത്ര എടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയല്ല, തിരിച്ചല്ലേ. ബക്കറ്റ് എയിൽ നിന്ന് 1 എടുക്കുന്നത്, ബക്കറ്റ് ബിയിൽ നിന്ന് 5 എടുക്കുന്നത്. ഒന്നുമല്ല, ഇപ്പം 6 ലിറ്റർ എടുക്കുമെങ്കിൽ എന്താണ് 1 ലിറ്റർ ബക്കറ്റ് എയിൽ നിന്ന് 5 ലിറ്റർ ബക്കറ്റ് ബിയിൽ നിന്ന് എടുക്കുമെന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം നമുക്ക് എന്താ ഈ 1:5 അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനെ ടോട്ടൽ എടുത്ത് വിടാം. ടോട്ടൽ എടുത്ത് വിടുമ്പോൾ ബക്കറ്റ് എയിൽ മൊത്തം എത്ര ടോട്ടലുണ്ട്? 4, 1, 5 ടോട്ടലുണ്ട്. ബക്കറ്റ് ബിയിലോ 7, 2, 9 ടോട്ടലുണ്ട്. നമുക്ക് ഈ 9നെ 5നെയും സെയിം ആക്കണം. അതിനെന്ത് ചെയ്യണ്ടേ? ഞാൻ ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 9 കേട്ടോ, 7 ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്താണ് ഈ റേഷ്യോയിൽ ഫുള്ള് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്താ വേണ്ട? ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് 1:5 റേഷ്യോയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ബക്കറ്റ് എയിൽ നിന്ന് 1 ലിറ്ററും ബക്കറ്റ് ബിയിൽ നിന്ന് 5 ലിറ്ററും എടുത്ത് മൊത്തം 6 ലിറ്റർ ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻറ്റു 1ഉം ഇവിടെ ഇൻറ്റു 5ഉം കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ ഇൻറ്റു 5 കൊടുത്താൽ എന്താണ്? അതായത് ഇവിടെ ഇൻറ്റു 5 കൊടുത്താൽ എനിക്ക് എന്താണ് ഈ സെറ്റ് ഫുള്ള് ഇൻറ്റു 5 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇൻറ്റു 1 ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ടല്ലോ, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഞാൻ ഇവിടെ ഇൻറ്റു 5 ഇവിടെ ഇൻറ്റു 5 കൊടുക്കുക. അവിടെ ഇൻറ്റു 1 ഉണ്ട്, ഇവിടെ ഇൻറ്റു 1 ഉണ്ട്. പക്ഷേ 1 ആയതുകൊണ്ട് കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി. അതായത് ഇവിടെ 5 × 5 25 × 2 ചെയ്യുമ്പോൾ 50 വരും. 50ഉം ഇവിടെ ഈ 9 × 1 ചെയ്യുമ്പോൾ അവിടെ 9 വരും. അപ്പോൾ 50ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 59 വരും. ഇങ്ങനെ കൂട്ടുകോട്ടോ ചെയ്യുന്നത് താഴേക്ക്. ഇവിടെ എന്താ? ഇവിടെ 25 × 7 ചെയ്യുമ്പോൾ എത്രയാണ്? 175 വരും. അതായത് ഇവിടെ 175 വരും. അതിൻ്റെ കൂടെ 9 × 6 ചെയ്യുമ്പോൾ 36 വരും. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 211 വരും. അപ്പം ഉള്ള റേഷ്യോ എത്ര? 211:59 ആൻസർ വരുന്നത്. ഒറ്റത്തവണ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയി നോക്കിയാൽ മതി. ഒന്നുമില്ല, തന്നേക്കുന്ന റേഷ്യോ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് പോയാൽ മതി. എന്നിട്ട് എയും ബിയും മിക്സ് ചെയ്യുന്നുണ്ട്, ഇതങ്ങ് അടിയിലേക്ക് സമ്മപ്പ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഇവിടെ കുൽദീപിൻ്റെ മനീഷിൻ്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നേക്കുന്നത്. ഇപ്പോൾ കുൽദീപ് ഈസ് മനീഷ് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്ര? 2:1. കുൽദീപ് ട്വൈസ് എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. തന്നേക്കുന്നത് വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ഇൻ 36 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ കുൽദീപ് തന്നെ ആ ജോലി എത്ര ദിവസം കൊണ്ട് തന്നെ ചെയ്യും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടി എഫിഷ്യൻസി എത്രയാണ്? 2, 1, 3. അപ്പം 3 × 36 ടോട്ടൽ വർക്ക്. ടൈം കാണാം, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ആരുടെയാണോ വേണ്ട അയാളുടെ എഫിഷ്യൻസി. കുൽദീപിൻ്റെ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 2. ഇവിടെ ഇപ്പം 36/2 ചെയ്യുമ്പോൾ എത്രയാണ്? 18 വരും. 18 × 3 ചെയ്യുന്നത് എത്രയാണ്? 54 കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് എ ക്യാൻ ഡു ആസ് മച്ച് ആസ് വർക്ക് ആസ് ബി ആൻഡ് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി തന്നിരിക്കുന്നത്. എ ക്യാൻ ഡു ആസ് മച്ച് ആസ് വർക്ക് ആസ് ബി ആൻഡ് സി ടുഗദർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എയുടെയും ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയാണ് തന്നിരിക്കുന്നത്. എഫിഷ്യൻസി എത്ര? 1:1 ആണ്. ഇനി അടുത്ത എന്തെങ്കിലും എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 7 hours 12 minutes
ആൻഡ് സി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 36 hours എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എയും ബിയും ഇവിടെ ആ ജോലി ചെയ്ത് എത്ര ദിവസമുള്ള 7 മണിക്കൂർ 12 മിനിറ്റിലാണ്. അതേസമയം സി തന്നെ ആ ജോലി ചെയ്ത് 36 മണിക്കൂർ കൊണ്ടാണ്. ഞാനിവിടെ ഈ 7 അവർ 12 മിനിറ്റിനെ ഫുൾ ഹവേഴ്സിലേക്ക് എടുക്കാൻ പോവുക. അതായത് 12 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12/60. അപ്പം ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര? 1/5. അതായത് 7 and 1/5 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ മാറ്റിയത് 7 and 1/5 നോക്കാം. 7 and 1/5. ഈ 7 and 1/5ന് ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 7 5 35, 35 1 36/5 എന്ന് വരും. ഇവരുടെ LCM എടുത്ത് കഴിയുമ്പോൾ എത്ര വരുന്നത്? 36 തന്നെയാണ് LCM വരുന്നത്. HCF അല്ല, LCM ഓഫ് ദ ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ദ ഡിനോമിനേറ്റർ. അപ്പം 5 1 ഇവിടെ 1 ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ 5ൻ്റെ 1ൻ്റെ HCM എടുക്കുമ്പോൾ എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ 36 തന്നെയാണ് LCM വരുന്നത്. പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 36/5 വരും. അപ്പം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 കട്ട് ചെയ്ത് പോയിട്ട് എഫിഷ്യൻസി 5 എന്ന് വരും. അതേസമയം ഇവിടെ 36/36 വരും. അപ്പോൾ എന്താ? എഫിഷ്യൻസി 1 വരും. ഇനി നമുക്കെന്താ നോക്കിയത്? ഓക്കെ, നമുക്ക് മുകളിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് A:B+C എന്ന് പറയുന്നത് 1:1. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താ? ഇവിടെ കിട്ടിയ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? A+Bയുടെ എഫിഷ്യൻസി സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 5:1. ഇവിടെ ഇവരെല്ലാവരും ഒന്നിച്ച് പണിയെടുക്കും. അതായത് A+B+C പണിയെടുക്കുമ്പോൾ 2 വരുന്നത്. ഇവിടെ ഇവരെല്ലാവരും ഒന്നിച്ച് പണിയെടുക്കുമ്പം എത്രയാണ് വരുന്നത്? 6 വരുന്നത്. അപ്പം അത് ശരിയാവത്തില്ല. അപ്പം നമ്മൾ ഈ 2നെ 6 ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ × 3 ചെയ്യണം. അപ്പോൾ × 3 ചെയ്താൽ ഈ റേഷ്യോയിൽ എല്ലായിടത്തും × 3 ചെയ്യണം. ഇവിടെ എല്ലായിടത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരത്തെ എന്താ വരുന്നത്? ഇവിടെ 6 വരും. ഇവിടെ എന്താ? 3 വരും. ഇവിടെ എന്ത് വരും? ഇവിടെ 3 വരും. നമ്മളോട് ചോദിച്ചിരുന്നില്ല ഫൈൻഡ് ദ ടൈം ദാറ്റ് ബി നീഡ്സ് ടു ഡു ദ വർക്ക് അലോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി നമുക്ക് വേണ്ടേ. അപ്പോൾ നമുക്കിതെടുക്കാം. A+Bയുടെ എഫിഷ്യൻസി നമുക്ക് 5 അറിയാം. എയുടെ എഫിഷ്യൻസി 3 അറിയാം. അപ്പം 5ന് 3 എത്രയാണ്? ബിയുടെ എഫിഷ്യൻസി 2 വരും. ഇനി എന്താ സാധാരണ ചെയ്യുന്ന പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ബിയുടെ എഫിഷ്യൻസി ചെയ്യാൻ മതി. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്? 36/2 ചെയ്യാനായിട്ട് 18 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 18. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? 45 ആൾക്കാർ 30 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി 20 എത്ര നേരം കൊണ്ട് ചെയ്യുന്ന ചോദിച്ചേക്കുന്നത്. അപ്പം എന്താ? ഈ 0 കട്ട് ചെയ്ത് പോയി. ഒന്നും കട്ട് ചെയ്ത് പോകാനില്ലല്ലേ. അപ്പം 45 × 3/2 ചെയ്താൽ മതി. എത്രയാണ്? 135/2 വരും. അതായത് 67.5. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പുള്ളി 500 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. എത്ര? 20 മണിക്കൂർ കൊണ്ട്. പുള്ളി കുറച്ച് ബൈക്കിലാണ് പോയത്, കുറച്ച് കാറിലാണ് പോയത്. ബൈക്കിൽ പോയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 km/h. കാറിൽ പോയതെന്ന് പറഞ്ഞാൽ 20 km/h. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബൈക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിത് അലിഗേഷൻ വെച്ച് ചെയ്യാം. അതായത് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കണം. അപ്പോൾ സ്പീഡ് വെച്ച് അലിഗേറ്റ് ചെയ്താൽ നമുക്ക് ടൈമാണ് കിട്ടുന്നത്. അപ്പോൾ ബൈക്കിന് പോയത്, കാറിന് പോയത്. ബൈക്കിന് പോയത് 30 km/h. അതുപോലെ കാറിന് പോയത് 20 km/h. അപ്പോൾ ഇനി അലിഗേറ്റ് ചെയ്യുമ്പോൾ നടുക്ക് എന്താണ്? സ്പീഡ് തന്നെ വരണം. നമുക്കിവിടെ തന്നിട്ടുണ്ട്. കാരണം എന്താ? 500 കിലോമീറ്റർ പോകണം. എത്ര? 20 മണിക്കൂറിൽ. അപ്പോൾ 500/20 ചെയ്യുമ്പോൾ എത്ര? 25 വരും. 25 km/h ആണ് ആവറേജ്. അപ്പോൾ ഇത് അലിഗേറ്റ് ചെയ്താൽ താഴെ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് കിട്ടുമ്പോഴുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ റേഷ്യോ. അപ്പം 25-ന് 20 പോയാൽ ഇവിടെ എന്താ? 5 കിട്ടും. 30-ന് 25 പോയാൽ 5 കിട്ടും. അപ്പം
5:5, അതായത് 1:1 ആണ് ടൈമിൻ്റെ റേഷ്യോ വരുന്നത്. അതായത് 20 മണി അത് തന്നെ. അപ്പം 20 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നതിൽ 10 മണിക്കൂർ ബൈക്കിലും 10 മണിക്കൂർ കാറിലുമാണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബൈക്ക് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്പീഡും തന്നിട്ടുണ്ട്, മണിക്കൂർ തന്നിട്ടുണ്ട്. അത് ഇൻറ്റു 30 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 300 കിലോമീറ്ററാണ് ഇയാൾ ബൈക്കിൽ സഞ്ചരിച്ചത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ട്രെയിൻ വിജയവാഡയിൽ നിന്ന് കൽക്കത്തയ്ക്ക് പോവുക. അതേ സമയത്ത് കൽക്കത്തയിൽ നിന്ന് ഒരു ട്രെയിൻ തിരിച്ച് വിജയവാഡയ്ക്കും വരിക. അവരുടെ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 24 km/h 42 km/h. അവരൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുക, അതായത് പോയിന്റ് പിയിൽ മീറ്റ് ചെയ്യും. പോയിന്റ് പി മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഒരു ട്രെയിൻ എന്താണ് 140 km മറ്റേ ട്രെയിനേക്കാളും കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ല 2 സ്റ്റേഷൻസ് ആട്ടോ. 2 സ്റ്റേഷൻസ് ആണ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ടൈം എന്താണ്? ടൈം കോൺസ്റ്റൻ്റാണ്. രണ്ടുപേരും ഒരേ സമയത്താണ് പുറപ്പെടുന്നത്. അപ്പോൾ സ്പീഡ് എന്നുള്ളത് എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 24:42. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 24:42 തന്നെയാണ്. ഇവിടെ അപ്പം ഈ ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 18 യൂണിറ്റാണ്. 18 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 140. നമ്മളോട് 66ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. 66ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടിയെന്നല്ല, ഈ 24 42 കൂടെ കൂട്ടിയാൽ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരും. 24 42 കൂടെ കൂട്ടി 66 വരും. 66ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് 140 × 66/18 ചെയ്താൽ മതി. 3 താഴെ 6 കൊണ്ട് കിട്ടുക. അപ്പം ഇവിടെ 11 വരും. അതേസമയം ഇവിടെ എന്താ 6 3s are 18. അപ്പം 3 വരും. ഞാൻ 3നെ 146നെ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ക്യാൻസലായി പോകത്തില്ല. അപ്പം 3 4s are 12 വരും. അപ്പോൾ 4 വന്നു, റിമൈൻഡർ 2 വന്നു. 20 എത്തിക്കാൻ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 18 വന്നു, പിന്നെ റിമൈൻഡർ 2 വന്നു. അപ്പം 46.666 എന്ന് പോവുക. അപ്പം 46.66 × 11 ചെയ്താൽ മതി. ഇപ്പോൾ ഉത്തരം എത്ര കിട്ടുന്നത്? 46 × 11 ചെയ്താൽ 506 കിട്ടുന്നത്. അപ്പം 506ന് മുകളിലുള്ളൊരു സംഖ്യയാണ് മനസ്സിലായി. അപ്പം 510 ഉണ്ട്, 513 ഉണ്ടല്ലേ. പ്ലസ് 0.66 × 11 ചെയ്യണം. അപ്പോൾ 66 × 7 ചെയ്താൽ 726. അപ്പം 2 പോയിൻറ്റ് കൊണ്ട് മാറ്റി കുത്തിക്കൊള്ളാം. അപ്പം 7 പോയിൻ്റ് എത്ര കൂടും? അപ്പം 5.6ഉം 7 കൂടെ കൂട്ടി എത്രയാണ്? 510 എന്തായാലും വരത്തില്ല. 513.33 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? 300 മീറ്റർ കവർ ചെയ്യാൻ 10 km/h ഓടിയ എത്ര നേരം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 10 കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പം × 5/18 കൊടുത്തോളാം. ഇവിടെ എന്താ 300 മീറ്റർ ഓടാൻ 10 km/h ആണെങ്കിൽ എത്ര നേരം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 10 km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5/18 റെസിപ്രോക്കലായിട്ട് പോകുമ്പോൾ എത്രയാണ്? × 18/5 ആവും. 18/5 ആവും. അപ്പം 0 വെട്ടിപ്പോയി. 5ഉം 30 കൊണ്ട് വെട്ടിപ്പോകുമ്പോൾ എത്രയാണ്? 6 വരും. ബാക്കി അത് 6 × 8 വരും. 108 സെക്കൻഡ് എന്നാണ്. 108 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പം 1 മിനിറ്റും ബാക്കി എത്രയാണ്? 48 സെക്കൻഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. 1 മിനിറ്റ് 48 സെക്കൻഡ്. ഓപ്ഷനായി കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഡയമീറ്ററും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. 16 സെൻറ്റിമീറ്ററിനും 20 സെൻറ്റിമീറ്ററിനും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്?
2 ഇൻറ്റു പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പൈ ആർ സ്ക്വയർ എച്ച് അല്ല, 2 പൈ ആർ എച്ച് ആണ്. പൈ ആർ സ്ക്വയർ എച്ച് വരുന്ന വോളിയത്തിൽ, അത് പെട്ടെന്ന് എനിക്ക് മാറിപ്പോയതാണ്. അപ്പോൾ ഇവിടെ എന്താണ് 2 പൈ ആർ പുറത്തെടുക്കാം. 2 പൈ ആറ് പുറത്തെടുത്താൽ എന്താണ് അകത്തൊരു ആറും ഒരു എച്ചും കാണുള്ളൂ. ഇനി തന്നേക്കുന്ന വാല്യൂ എല്ലാം ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി. 2 ഇൻറ്റു 22/7 ഇൻറ്റു ആറ് എത്രയാണ് തന്നേക്കുന്നത്? 16 സെൻറ്റിമീറ്ററല്ലേ. ഡയമീറ്റർ ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ. അപ്പം റേഡിയസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8 ഇൻറ്റു 8 പ്ലസ് ഹൈറ്റ് എത്ര? 20. അതായത് 2 ഇൻറ്റു 22/7 ഇൻറ്റു 8 ഇൻറ്റു 28 വരും. ഇത് വെട്ടുമ്പോൾ എത്ര? 7 4 28. 44 ഇൻറ്റു 8 4 32 ചെയ്താൽ മതി. യൂണിറ്റ് ഡിജിറ്റ് എടുത്തിട്ട് കാര്യമുണ്ടോ? 4 2 8 വരും. ബെസ്റ്റ് 4 ഓപ്ഷൻ 3 ഓപ്ഷനിലും 8 ഉണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കണ്ടുപിടിക്കാം. ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 1408 കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താ? റേഡിയസ് തന്നിട്ടുണ്ട്, ഫീറ്റിൽ തന്നേക്കുന്നതുള്ളൂ. സ്പിയറിൻ്റെ റേഡിയസ് 70 ഫീറ്റ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ എന്ന് പറയുന്നത് 4 പൈ ആർ സ്ക്വയർ ആണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോളാം. 4 ഇൻറ്റു 22/7 ഇൻറ്റു 6 എന്ന് പറയുന്നത് 70 ഇൻറ്റു 70. അപ്പം ഒന്ന് വെട്ടിപ്പോയി 10. 22 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 22 ഇരട്ടി 44. 44 ഇരട്ടി എന്ന് പറഞ്ഞാൽ 88 വരും. എന്താ 88 എന്ന് വരും. 88 ഇൻറ്റു 700 വരും. 88 ഇൻറ്റു 7 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6 വരും. അതിനുശേഷം 2 0 വരും. ഇവിടെ വരുന്നില്ല. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഇവിടെ ഫീറ്റ് സ്ക്വയർ ഉണ്ട്, ഏരിയ എടുക്കുമ്പോൾ സ്ക്വയർ വരും. അത് കോപ്പി ചെയ്തപ്പം അത് വന്നിട്ടില്ല. ആൻസർ എത്രയാണ്? 616.00. ഇതാണ് കറക്റ്റ് ആൻസർ, ഫീറ്റ് സ്ക്വയർ. അപ്പോൾ ഈ ഷിഫ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷിഫ്റ്റ് 1 എല്ലാ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.